ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 17ാം സീസണിലെ 57ാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ തകർത്തിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ലക്നൌവിൻ്റെ തോൽവിയേക്കാൾ ഏറെ ചർച്ചയാവുന്നത് മത്സരശേഷം ലക്നൗ നായകൻ കെ.എൽ. രാഹുലിനോട് ടീം ഉടമ കയർത്തതാണ്. വമ്പൻ തോൽവിക്ക് പിന്നാലെ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക തീർത്തും നിരാശനായിരുന്നു. മത്സരം അവസാനിച്ചതിന് പിന്നാലെ മൈതാനത്തേക്കിറങ്ങിയ സഞ്ജീവ് പരസ്യമായി രാഹുലിനെ അപമാനിക്കുകയായിരുന്നു. രാഹുലിൻ്റെ മോശം പ്രകടനം ലക്നൌവിൻ്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നത് വസ്തുതയാണ്. എങ്കിലും ഇത്തരത്തിൽ രാഹുലിനെ അപമാനിച്ചത് ശരിയായില്ലെന്നാണ് ആരാധകർ പറയുന്നത്. മാന്യതയില്ലാത്ത പെരുമാറ്റമാണ് ലക്നൗ ഉടമ നടത്തിയതെന്നും ഒരു മത്സരം തോറ്റതിന് പരസ്യമായി നായകനെ അപമാനിച്ചത് മോശമായി പോയെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. മത്സരമാവുമ്പോൾ തോൽവിയും ജയവും സ്വാഭാവികമാണ്. എന്നാൽ നായകനെ തോൽവിയുടെ പേരിൽ പരസ്യമായി ശാസിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ലക്നൗ ഉടമ RCB, പഞ്ചാബ് കിങ്സ് ടീം ഉടമകളെ കണ്ട് പഠിക്കണം. പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും RCBക്ക് ഇതുവരെ കിരീടം നേടാനായിട്ടില്ല. എന്നിട്ടും എല്ലാ സീസണിലും ടീം മാനേജ്മെൻറ്റ് അവരെ പിന്തുണയ്ക്കുന്നു. പഞ്ചാബ് കിങ്സ് ഉടമ പ്രീതി സിന്ധ മിക്ക മത്സരങ്ങളിലും പഞ്ചാബ് ടീമിനെ പിന്തുണച്ചെത്താറുണ്ട്. ഇതുവരെ കിരീടം നേടാത്ത ടീമാണ് പഞ്ചാബ്. എന്നിട്ടും താരങ്ങൾക്ക് പിന്തുണ നൽകാൻ പ്രീതി മടികാട്ടാറില്ല. ഇവരെയെല്ലാം മാതൃകയാക്കാൻ ലക്നൗ ഉടമ സഞ്ജയ് തയ്യാറാവണമെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുലിനോട് ടീം ഉടമയുടെ മോശം പെരുമാറ്റം വലിയ ചർച്ചയായിട്ടുണ്ട്. രാഹുൽ ടീം വിടാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. വരുന്ന മത്സരങ്ങളിൽ രാഹുൽ പ്ലേയിങ് 11-ൽ നിന്ന് മാറി നിൽക്കാനും സാധ്യതയുണ്ട്. ലക്നൌവിൻ്റെ നായകസ്ഥാനത്തേക്ക് നിക്കോളാസ് പുരാൻ എത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. എന്നാൽ ഹൈദരാബാദിനോട് ലക്നൗ തോൽക്കാൻ കാരണം രാഹുലിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങളാണെന്നും ആരാധകർ പറയുന്നുണ്ട്. ഇതാണ് ടീം ഉടമയെ പ്രകോപിപ്പിച്ചതെന്ന് പറയാം. ടോസ് അനുകൂലമായി ലഭിച്ചിട്ടും രാഹുൽ ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്നാൽ ഓപ്പണറായി ഇറങ്ങി രാഹുൽ ടെസ്റ്റിന് സമാനമായ ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. 24 പന്തിൽ 19 റൺസാണ് രാഹുൽ പവർ പ്ലേയിൽ നേടിയത്. 77 മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. 33 പന്തിൽ 29 റൺസ് നേടിയാണ് രാഹുൽ പുറത്തായത്. നായകൻ എന്ന നിലയിലും ഓപ്പണർ എന്ന നിലയിലും അംഗീകരിക്കാനാവാത്ത പ്രകടനമായിരുന്നു ഇത്. പിച്ചിനെയാണ് രാഹുൽ പഴിക്കുന്നതെങ്കിലും ഇത് അംഗീകരിക്കാനാവാത്തതാണ്. രാഹുലിനെ പോലെ മികച്ച റെക്കോർഡുള്ള സീനിയർ താരത്തിൽ നിന്ന് ഇത്രയും മോശം പ്രകടനമല്ല ആരാധകരും ടീമും പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ബൗളിങ്ങിൽ നടത്തിയ മണ്ടത്തരങ്ങളും വലിയ വിമർശനത്തിന് കാരണമായി. കൃഷ്ണപ്പ ഗൗതത്തെ പവർ പ്ലേയിൽ ഉപയോഗിച്ചതും ഇമ്പാക്ട് പ്ലെയറെ ഉപയോഗിക്കാതെ ഇരുന്നതും വലിയ പിഴവായി. ഹൈദരാബാദിനെ പോലെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയുള്ള ടീമിനെതിരെ നവീൻ ഉൾ ഹക്കിനെ പോലെ ഒരു പേസറെ മാത്രം ഉപയോഗിച്ചത് രാഹുൽ കാട്ടിയ വലിയ മണ്ടത്തരമാണ്.